ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക്. കേരളം നേരിട്ട മഹാദുരന്തം. മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ, ഉരുളെടുത്ത ജീവനുകൾ, ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ. അവരെ ചേർത്ത് പിടിക്കാൻ മലയാള മണ്ണ് ഒന്നിച്ചു. മതരാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒറ്റക്കെട്ടായി. അന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചത് 100 വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുമെന്നാണ്. യൂത്ത് കോൺഗ്രസ് 30 വീടും. വയനാട് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 524 ദിവസമാവുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി, കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ എവിടെ? തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 100 വീടുകളാണ്. അതിനായി ഒരു ആപ്പും പുറത്തിറക്കി പണവും പിരിച്ചു. കുറെ തീയതികൾ നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ വയനാട് MLA ടി സിദ്ദിഖ് പറഞ്ഞത് കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ ആ വീടുകൾക്ക് തറക്കല്ലിടുമെന്നാണ്. ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം പ്രവൃത്തിയും തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് ദുരന്ത ബാധിതരായ ഉപഭോക്താക്കളായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ സെന്റൻസ് തന്നെ പറയുന്നു, ആഗ്രഹം എന്നുള്ളതാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ജന്മദിനം അത് ഡിസംബർ 28 ആയിരുന്നു. ആ ദിനം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞും പല തീയതികൾ കേട്ടു. ഭൂമി വാങ്ങിയെന്ന് ചില നേതാക്കൾ പറഞ്ഞു. ഇല്ല, ഭൂമി കണ്ടെത്തിയതേ ഉള്ളൂ എന്ന് ചില നേതാക്കൾ പറഞ്ഞു. ആരെ വിശ്വസിക്കും? ഏതാണ് സത്യം? കഴിഞ്ഞ 2 ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി വയനാട് കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പായിരുന്നു. നേതാക്കളെല്ലാം പങ്കെടുത്ത യോഗം. സ്വാഭാവികമായും മാധ്യമങ്ങൾ വീടെന്തായി, വീടിന്റെ തറക്കല്ലിടൽ എന്നാണ് എന്നൊക്കെ ചോദിച്ചു. ഇത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മറുപടി ആ ചോദ്യങ്ങൾക്ക്. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് PR ഒന്നും ഇല്ലല്ലോ. കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. ശരിയാണ്, കേരളവും കേന്ദ്രവും കയ്യിലില്ല. പക്ഷേ പൈസ അത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചതല്ലേ? K മുരളീധരൻ പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാത്തിലും തീരുമാനമാകുമെന്നാണ്. ഞങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ തറക്കല്ലിടും. ഞങ്ങൾ ഇലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന വീടുകൾ പൂർത്തിയാക്കും. ഡെഡ് ലൈൻ പറയാൻ പറ്റില്ല. അതിന് ഇത്ര ദിവസം സർക്കാരിൻ്റെ പണി ഞാൻ ഇന്നലെ കണ്ടു. അടുത്ത കാലത്തൊന്നും പൂർത്തിയാവില്ല. വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും അടുത്ത ആഴ്ച പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ സൗകര്യം അനുസരിച്ച് അവർ വന്ന് തറക്കല്ലിടും. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന്റെ വീടുകൾ റെഡിയാക്കും എന്നാണ് K മുരളീധരൻ പറയുന്നത്. അതോടൊപ്പം മുരളീധരൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സർക്കാരിന്റെ മാതൃകാ വീടുകളുടെ പണി അത് എവിടെയും എത്തിയിട്ടില്ല എന്ന്. കോൺഗ്രസ് എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യരെ പറ്റിക്കുമെന്നോ വീട് വെച്ച് നൽകില്ലോ എന്നല്ല പറയുന്നത്. പക്ഷേ നേതാക്കളുടെ വാക്കുകളിലെ വൈരുദ്ധ്യം, എത്ര പണം പിരിച്ചു എന്നതിന് മറുപടി ഇല്ലാത്തത്, ഭൂമി എന്ന് വാങ്ങുമെന്ന ചോദ്യത്തിന് പല ഉത്തരം പറയുന്നത്, ഇതൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഭൂഷണമല്ല. അതല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്.